നമസ്കാരം. കേരള സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പും കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി തിരുവനന്തപുരത്തിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടക്കുന്ന 12ാം തരം തുല്യതാ പരീക്ഷ ഇവിടെ മാതൃകാ ചോദ്യപേപ്പർ 2024 അക്ഷരകേരളി 2024 ജൂണിൽ അക്ഷരകേരളി മാഗസിനിൽ പ്രകാശനം ചെയ്തിരുന്നു. അതിൽ വന്നിരിക്കുന്ന 12ാം തരം പഠിതാക്കൾക്ക് വേണ്ടിയുള്ള ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസറുകൾ ഇവിടെ ചർച്ച ചെയ്യുന്നു. പഠിതാക്കൾ ഒത്തിരി ആവശ്യപ്പെട്ടത് പ്രകാരം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തെക്ക് തിരുവനന്തപുരം മുതൽ വടക്ക് കാസർഗോഡ് വരെയുള്ള നിരവധി പഠിതാക്കളുടെ ആവശ്യപ്രകാരമാണ് ഈ അക്ഷരകേരളിയുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനാലിസിസ് നടത്തുന്നത്. അപ്പോൾ തുടങ്ങാം. ഈ ആൻസറുകളാണ് ഈ ആദ്യം സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുക. ആദ്യത്തെ ചോദ്യത്തിൽ 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതാനാണ് ഉണ്ടാവുക. ആദ്യത്തെ ചോദ്യം ഷേർ കിസ് വിധ കി രചന ഹെ, നിങ്ങൾക്കറിയാം കഹാനി എന്നുള്ള വിധയാണ്. രണ്ടാമത്തെ ചോദ്യം യാത്രി കിസ് രചന കാ പാത്ര ഹെ, അതിൻ്റെ ഉത്തരം പേട് കി പീഡ എന്നുള്ള പാഠത്തിലെ കഥാപാത്രമാണ് യാത്രി. മൂന്നാമത്തെ ചോദ്യം മുർദ് ഹിയ കിസ്കി രചന ഹെ, അതിൻ്റെ രചയിതാവ് ഡോക്ടർ തുളസിരാമാണ്. 4 യാത്രാ കി വിവശത ക്യാ ഹെ, ന രുക്ന. യാത്രിക്ക് വിവശത എന്ന് പറഞ്ഞാൽ യാത്രക്കാരൻ്റെ ബുദ്ധിമുട്ട് എന്താണ്, അവൻ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും, അപ്പം നിൽക്കാൻ പറ്റത്തില്ല. അതാണ് ന രുക്ന എന്നാണ് അതിൻ്റെ ആൻസർ. 5 നിർവാൺ കാ ഏക്മാത്ര രാസ്ത ക്യാ ഹെ, നിർവാൺ എന്ന് പറഞ്ഞാൽ മോക്ഷത്തിനുള്ള ഒറ്റ മാർഗം എന്താണ്. ആ പാഠത്തിൽ ഷേർ എന്നുള്ള പാഠത്തിലാണ് ഷേർ കാമു കുത്തേ കാമു ഗതേ കാമു എന്ന് പറഞ്ഞിരുന്നു. ഷേർ കാമുഹാണ് അതിന് പറ്റിയ ആൻസർ. നിർവ്വാണത്തിനുള്ള ഏകമാത്ര മാർഗം അതാണ്. 6 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾ ഒരു കവിത തന്നിട്ടുള്ള ചോദ്യമാണ്. അതിൽ ചൈൻ की एक सांस लेने के लिए स्त्री अपने एकांत को बुलाती है, एकांत को छूती है स्त्री, संवाद करती है उससे, जीती है पीती है उसको चुपचाप. അതിൽ 6ാമത്തെ ചോദ്യം സുഖ് കാ സമാനാർത്ഥി ശബ്ദ ചുൻകർ ലിഖെ, 1 മാർക്കാണ്. അപ്പോൾ അതിൻ്റെ സമാനാർത്ഥി ശബ്ദം 3 കൊടുത്തിട്ടുണ്ട്. ചൈന, സംവാദ്, ചുപ്ചാപ്പ്. ആൻസർ ചൈന. 7 സ്ത്രീ ഏകാന്ത് കാ സംവാദ് കർത്തി ഹെ ക്യോം. അപ്പോൾ അതിൻ്റെ ആൻസർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. സ്ത്രീ ചൈൻ കി ഏക് സാസ് കെ ലിയെ ഏകാന്ത് കോ ബുലാത്തി ഹെ. ഒരു സ്ത്രീ ഒരു സുഖം കിട്ടാൻ വേണ്ടി ആണ് ഏക് സാസ് കെ ലിയെ ഏകാന്ത് കോ ബുലാത്തി ഹെ, ഏകാന്തതയാണ് ക്ഷണിക്കുന്നത്. അപ്നെ ജീവൻ മേ ദൂസറാ കോയി സഹാര ന ഹോനെ കെ കാരൻ, തൻ്റെ ജീവിതത്തിൽ മറ്റുള്ളൊരു സഹായം ഇല്ലാതെയാകുമ്പോഴാണ് ഏകതാ കോ സ്വീകാർ കർത്തി ഹെ, ഏകത സ്വീകരിക്കേണ്ടി വരുന്നത്. വ ക്ഷൺ ഭർ കെ ലിയെ ചൈൻ കെ ലിയെ ഏകതാ സെ സംവാദ് കർത്തി. അങ്ങനെ ഒരു നിമിഷത്തേക്ക് വേണ്ടി ഒരു ക്ഷൺ ഭർ കെ ലിയെ ഏകതാ കോ ക്യാ കർത്തി ഹെ, സ്വീകാർ കർത്തി ഹെ എന്ന് പറഞ്ഞാൽ ഏകാന്തതയെ ക്ഷണിക്കുന്നു. 2 മാർക്കിൻ്റെ ചോദ്യമാണ്. അടുത്തത് കവിതാംശ് കി ആസ്വാദൻ ടിപ്പണി ലിഖേം എന്നാണ്. കവിതാംശ് കി ആസ്വാദൻ ടിപ്പണി ലിഖേം എന്ന് പറയുമ്പം ആ കവിതയുടെ അത്രയും വരികളുടെ ആസ്വാദനക്കുറിപ്പ് എഴുതുക. ആസ്വാദനക്കുറിപ്പ് എഴുതുക എന്ന് പറയുമ്പോൾ എന്താണ് കൊടുത്തിട്ടുണ്ട് ആൻസർ. സ്ത്രീ കാ ഏകാന്ത് में सोचना है कविता के कवि हिंदी साहित्य के प्रसिद्ध कवयित्री श्रीमती कात्यायनी जी ने लिखा है എന്ന് പറഞ്ഞാൽ സ്ത്രീ കാ ഏകാന്ത് മേ സോച്ചന എന്ന കവിത ഹിന്ദി സാഹിത്യത്തിലെ പ്രസിദ്ധനായ കവയിത്രിയായ കാത്യായനിയാണ് എഴുതിയിരിക്കുന്നത്. इसमें आधुनिक समाज में नारी की विवशता को प्रकट करने वाली कविता, ആധുനിക സമൂഹത്തിൽ ഒരു സ്ത്രീയുടെ വിവശതയെ ബുദ്ധിമുട്ടുകളെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ പ്രകടമാക്കുന്ന ഒരു കവിതയാണ് എഴുതിയിരിക്കുന്നത്. നാരി അപ്പിനെ ജീവൻ മേ ചൈൻ കെ ലിയെ ഏകതാ കോ സ്വീകാർ കർത്തി ഹെ. ഒരു സ്ത്രീ എപ്പോഴും തൻ്റെ ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു ഏകാന്തതയാണ് എന്ത് ചെയ്യുന്നത്, സ്വീകരിക്കുന്നത്. ഉസ്കെ ജീവൻ മേ ദുഃഖ ബാണ്ടനെ കെ ലിയെ കോയി തയ്യാർ നഹീ ഹോത്ത, അവളുടെ ജീവിതത്തിൽ ദുഃഖം വിതരണം ചെയ്യാനായി വേറെ ആരെയും ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ തയ്യാറാവുന്നില്ല. तो नारी जीवन सफल होने से पहले ही समाज उसे खतरनाक घोषित करता है. ഒരു സ്ത്രീയുടെ ജീവിതം വിജയമാകുന്നതിന് മുമ്പ് തന്നെ അവളെ അപകടകാരിയായിട്ട് സമൂഹം മുദ്രകുത്തും. इसमें सरल एवं सशक्त ഭാഷ का प्रयोग, ഇതിനകത്ത് സരളമായിട്ടും സശക്തമായുള്ളൊരു ഭാഷയുടെ പ്രയോഗമാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ആസ്വാദനക്കുറിപ്പ് എന്ന് പറയുന്നത്. 6 മാർക്ക് വേണം, അതിനുള്ള ആൻസറാണ് എഴുതിയിരിക്കുന്നത്. ഇത് അതുപോലെ തന്നെ കാണാതെ പഠിക്കുക. അടുത്തത് 9 മുതൽ 14 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എഴുതിയാൽ മതി. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വിടാം. 9ാമത്തെ ചോദ്യം ഹൈക്കു പഠയും അവർ ഭാവാർത്ഥത്തിലേക്ക്, നിങ്ങളുടെ പാഠത്തിലുള്ള പാഠപുസ്തകത്തിലുള്ള ഹൈക്കു പഠിച്ചിട്ട് അതിൻ്റെ ഭാവാർത്ഥം എഴുതാനാണ്. എന്താണ് ഹൈക്കു? പത്തർ നഹി ഖ്വാബോം സെ ബി ബൻതാ താജ്മഹൽ. അപ്പോൾ പ്രസ്തുത ഹൈക്കു കെ കവി ശ്രീ
डॉक्टर एस डी तिवारी हैं। उनका कथन है कि ताजमहल पत्थर संगमरमर से नहीं बना है मगर सपनों से बना है। ताजमहल कभी निर्जीव पत्थर का स्मारक नहीं कहा जाएगा और प्रेम और धड़कते हृदय का जीता स्मारक है എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ ഹൈക്കൂലൂടെ കവിയായ ഡോക്ടർ എസ് ഡി തിവാരി പറയുന്നത് താജ്മഹൽ കേവലം മാർബിൾ കൊണ്ടുണ്ടാക്കിയതല്ല, പിന്നെയോ സ്വപ്നങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ്. താജ്മഹൽ ഒരിക്കലും നിർജീവമായ ജീവനില്ലാത്ത കല്ലുകളെ കൊണ്ട് അതിൻ്റെ സ്മാരകം എന്ന് പറയാൻ പറ്റത്തില്ല. അത് പ്രേമത്തിൻ്റെയും തുടിക്കുന്ന ഹൃദയത്തിൻ്റെയും ജീവിക്കുന്ന സ്മാരകമാണ്. അപ്പോൾ അങ്ങനെ തന്നെ എഴുതണം, പഠിക്കണം. അടുത്തത് 10ാമത്തെ ചോദ്യം, ഏ കഥൻ പടയും ഓർ പേടിക്കെ ചരിത്ര पर टिप्पणी लिखे. പേടിക്ക് പീഡ എന്ന പാഠത്തിലെ ക്വസ്റ്റ്യൻ 2 പോയിന്റ് തന്നിട്ടുണ്ട്. मैं कैसे जा सकता हूँ कहीं, तुम देखते ही कि नहीं मैं पेड़ हूँ, मैं भी तुम्हें पाकर ही उठा हूँ, धूप और थकान से तुम्हारी जो गति हो रही थी वही मेरी इन सुनसान अकेलेपन എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു മരത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നടക്കാൻ കഴിയുന്നില്ല. പേടിക്കോ ന ചൽ സക്താ യൗസ്കി വിവശതായ, അത് അതിൻ്റെ ഒരു കഴിവുകേടാണ്. പേട് അവിടെ സ്ഥിരം थकान दूर करने के बाद മനുഷ്യരെന്ത് ചെയ്യുന്നു? ഈ മരച്ചോട്ടിൽ അവരുടെ ക്ഷീണം തീർത്തതിന് ശേഷം ആ മരത്തിൻ്റെ ഛായയെ വിട്ടിട്ട് ദൂരെ പോവുകയാണ്. പേടിക്ക് റായ്മയും യൗസ്കി സ്വാർത്ഥത, മനുഷ്യൻ്റെ സ്വാർത്ഥതയാണ് ഇവിടെ കാണിക്കുന്നത്. മരം മനുഷ്യനെ പിടിച്ച് മരത്തിനെ പോലെ തന്നെ പിടിച്ച് നിർത്താൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഒരു യാത്രക്കാരനെ നിൽക്കാൻ പറ്റുമോ? ഇല്ല. പേട് സ്വാർത്ഥനായി, പേട് നിസ്വാർത്ഥ, മരം മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. പേട് ദുനിയാക്കി നിരർത്ഥകതാക്കിയ ബാരേമ സമയം. ഇവിടെ മരം ലോകത്തിലെ നിരർത്ഥകത, ലോകത്തിൻ്റെ അർത്ഥമില്ലായ്മയാണ് ഇവിടെ വ്യക്തമാണ്. അത് പഠിച്ചോളുക. അർത്ഥം ഇത്രയേ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഈ വൈകിയ വേളയിൽ പരീക്ഷ 5-ാം തീയതി തുടങ്ങുകയാണ്. അപ്പോൾ 5ഉം 6ഉം ഒക്കെയാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ഇത്തിരി സ്പീഡിൽ ഇത് ചെയ്തു പോകുന്നത്. ഓക്കെ, ഇത് ആവശ്യമുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, അവർ പഠിച്ചോട്ടെ. ഹിന്ദിയിൽ മാർക്ക് മേടിക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ ലക്ഷ്യം. 11 സഹി മിലാൻ കരയും എന്നാണ് ചോദ്യം. ഇവിടെ ക്വസ്റ്റ്യൻ ആൻസർ അതുപോലെ കൊടുത്തിരിക്കുന്നു. മഷൂറിൻ്റെ കറക്റ്റ് ആൻസർ പ്രസിദ്ധ്, ലഡായിയുടെ കറക്റ്റ് ആൻസർ യുദ്ധ്, ചോർ എന്ന് പറഞ്ഞാൽ കിനാര, തീരം, ഖൂൻ എന്ന് പറഞ്ഞാൽ രക്തം. ഇത് കറക്റ്റ് ആൻസറാണ്. തെറ്റിച്ചു കൊടുക്കും. എയും ബിയും കൂടെ എടുത്ത് തന്നെ എഴുതണം. എയും ബിയും ചേർത്ത് എഴുതിയാൽ 4 മാർക്കാണ്. അടുത്ത 12 ജീവൻ വൃത്ത് പടയും അവർ രാജേഷ് ജോഷിക്ക് ബാരേമേ അനുച്ഛേദിക്കും. നമുക്കൊരു ലേഖനെക്കുറിച്ച് പഠിക്കാനുണ്ടായിരുന്നു. രാജേഷ് ജോഷി, അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പാഠവാൻ തന്നിട്ടുണ്ട്. പേര് രാജേഷ് ജോഷി, ജന്മസ്ഥാൻ 18 जुलाई 1946 1946 को मध्य प्रदेश में प्रमुख रचनाएं समरगाथा, एक दिन बोलेंगे पेट, मिट्टी का चेहरा, नेपथ्य में हंसी. उसको സാഹിത്യ അക്കാദമി പുരസ്കാർ ബി മിലാൻ. അതിനെ എങ്ങനെ ഗദ്യമായിട്ട് എഴുതിയാൽ മതി, അത് അതുപോലെ തന്നെ എടുത്ത് എഴുതിയാൽ മതി. എത്ര മാർക്കാണ് അതിന്? അതിന് 4 മാർക്ക് തന്നെയാണ്. അപ്പോൾ എങ്ങനെ എഴുതിയിരിക്കുന്നു നോക്കാം. राजेश जोशी हिंदी साहित्य के प्रसिद्ध लेखक हैं. उनका जन्म मध्य प्रदेश में 18 जुलाई 1946 1946 को हुआ. उनकी प्रमुख रचनाएं हैं समरगाथा, एक दिन बोलेंगे पेट, मिट्टी का चेहरा. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രമുഖ രചനകളാണ്. സാഹിത്യ അക്കാദമി പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അടുത്ത 13ാമത്തെ ചോദ്യം, बच्चों ने अपने चित्रों में प्रत्येक वस्तु को विशेष महत्व दिया है, इस पर अपना विचार प्रकट करें എന്ന് പറഞ്ഞാൽ നമുക്കൊരു പാഠം പഠിക്കാനുണ്ടായിരുന്നു, ബച്ചോങ്കി ചിത്രകലാ പ്രതിയോഗിത. അതിനെ ബേസ് ചെയ്തുള്ള ചോദ്യമാണ്. ഇതിൽ നിങ്ങളുടെ വിചാരം എഴുതുക. ആൻസർ ഞാൻ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. बच्चों ने अपने चित्रों को आकर्षक बनाने के लिए आकाश को बहुत नीले और पेड़ों को बहुत हरे बनाए. കുട്ടികൾ അവരുടെ ചിത്രങ്ങളെ ആകർഷിതമാക്കുവാൻ വേണ്ടി എന്ത് ചെയ്തിരിക്കുന്നു? ആകാശ് को बहुत नीले और पेड़ों को बहुत हरे बनाए हैं. പേടോ ബഹുത് ഹരേ ബനെ, മരങ്ങളെ പച്ചയാക്കിയിരിക്കുന്നു, നീലെ ആകാശത്തിനെ കൊടുത്തോട് നീലയാക്കിയിരിക്കുന്നു. പ്രകൃതിമേ ഉന്നെ ജോ കുച്ച് ദേക്കേ സബീകോ സ്ഥാൻ, പ്രകൃതിയിൽ കണ്ട സാധനങ്ങൾക്കെല്ലാം ഒരു ചിത്രത്തിൽ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. സൂര്യ और ചന്ദ്ര, താരെ और पहाड़, नदी, झरना आदि सभी को अलग अलग स्थान दिया है. उन्होंने मकान, सड़कें और फल भी बनाए. എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും പർവ്വതങ്ങളെയും നദിയെയും അരുവികളെയും എല്ലാത്തിനും പ്രത്യേകം പ്രത്യേകം സ്ഥാനം നൽകിയിട്ടുണ്ട്. കെട്ടിടങ്ങളും റോഡുകളും ഫ്രൂട്ട്സുകളും ഫലവൃക്ഷാദികളും എല്ലാം വരച്ചിട്ടുണ്ട്. 4 മാർക്കാണ്. അടുത്ത 14 आशय लिखें. एक टीन के टुकड़े पर लिखा है, गांव से आई 2 विस्मित स्त्रियां उसे निहारती हैं. एक बच्चा ईंट से उसके ललाट पर निशाने लगाता है. बारूद उगलने वाली लंबी नली के मुंह से उड़ती है एक चिड़िया, वहाँ उसका घोंसला है. നമ്മളിപ്പോൾ ഇവിടെ തന്നെ എത്ര ക്വസ്റ്റ്യൻ ചർച്ച ചെയ്ത് കഴിഞ്ഞു? 9, 10, 11, 12, 13, 6 ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് 4 എഴുതിയാൽ മതി. നിങ്ങൾക്ക് എളുപ്പമുള്ള 4 പഠിച്ച് എഴുതാം. ഇവിടെ ഏക് ടാങ്ക് എന്നുള്ള ജ്ഞാനേന്ദ്രപതിയുടെ കവിതയിലാണ്. ആ കവിതയുടെ ആശയം ഇങ്ങനെയാണ്. प्रस्तुत कवितांश के कवि हैं श्री ज्ञानेन्द्रपति. हम 2 विश्व महायुद्ध तो देख चुके हैं. നമ്മൾ 2 മഹായുദ്ധങ്ങൾ കണ്ടു കഴിഞ്ഞു. युद्ध में टैंकों की भूमिका बहुत बड़ी है. യുദ്ധത്തിൽ
ടാങ്കുകളുടെ ഭൂമിക, ടാങ്കിൽ നിന്നാണല്ലോ ഈ ബോംബ് വെടിയുണ്ടയൊക്കെ ഉതിർക്കുന്നത്. അത് വളരെ അധികം വലിയൊരു ആമുഖമാണ് അതിനുള്ളത്. അപ്പോൾ ടാങ്ക് की हालत अत्यंत दयनीय है. ഇപ്പോൾ ടാങ്കിൻ്റെ അവസ്ഥ, ഉപയോഗശൂന്യമായ ടാങ്കിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. ഇത് കേവൽ പ്രദർശന വസ്തു ബനാ है. ഇത് കേവലം പ്രദർശന വസ്തു ആയിരിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ കണ്ണൂരിലൊക്കെ പോയി കഴിഞ്ഞാൽ കോട്ടയുടെ വാതിൽക്കലൊക്കെ അല്ലെങ്കിൽ ബേക്കൽ കോട്ടയുടെ വാതിൽക്കലൊക്കെ ഇങ്ങനെ ബാറ്റൻ ടാങ്കുകൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ അതൊരു ഉദാഹരണം, പ്രദർശന വസ്തു മാത്രമാണ്. ഇസ്കാ സാരാ ഇതിഹാസ ഏക് ടിൻ കെ ടുക്കടെ പർ ലിഖാ ഹൈ. ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഇതിഹാസവും കേവലം ഒരു ടിൻ കാ ഷീറ്റ്, ഒരു ബോർഡ് വെച്ചിട്ട് ആ ബോർഡിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഗാവ് സെ ലോഗ് അപ്നെ ബച്ചോं के साथ इसे देखने, എല്ലാവരും ഗ്രാമത്തിൽ നിന്നെല്ലാം ഇത് കാണാനായിട്ട് വരുന്നുമുണ്ട്. സ്ത്രീയാം ആശ്ചര്യചകിത് ഹോ ജാത്തെ, സ്ത്രീകളാണെങ്കിൽ ഇത് കണ്ടിട്ട് വളരെയധികം ആശ്ചര്യപ്പെടുന്നു. ഏക് ബച്ച ഉസ്കെ മാഥേ പർ പത്തർ മാർത്താ ഹൈ, ഒരു കുട്ടിയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, അതിൻ്റെ പുറത്തേക്ക് കല്ല് വലിച്ചെറിയുന്നു. और बारूद उगलने वाली लंबी नली की एक चिड़िया से घोंसला बनाए. എവിടെ നിന്നാണോ ഈ വെടിയുണ്ട പുറത്തേക്ക് വരുന്നത് അതിനകത്ത്, ആ ഹോളിനകത്ത് എന്ത് ചെയ്തിരിക്കുന്നു, പക്ഷികൾ കൂടും വെച്ചിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഉപയോഗശൂന്യമായ എന്താണ് ടാങ്കിനെ കുറിച്ചാണ് അവിടെ വർണ്ണിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം 15-16 गद्यांश पढ़ें और प्रश्न 15 और 16 के उत्तर लिखें. ഒരു നിങ്ങൾക്ക് പഠിച്ചിട്ട് പരിചയമുള്ള ഒരു ഗദ്യാംശത്തിൽ, ആ ഗദ്യാംശത്തിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ അതിൽ നിന്ന് തന്നെ കാണാൻ പഠിക്കേണ്ട കാര്യമില്ല. ഈ ഗദ്യാംശം തന്നെ വരത്തില്ല. അപ്പം വേറൊരു ഗദ്യാംശം എഴുതിയിട്ട് അല്ല തന്നിട്ട് അതിൽ നിന്ന് ആൻസർ, അതിൻ്റെ ആൻസർ നോക്കി വേണം. അപ്പോൾ അപഠിത് ഗദ്യാംശം എന്നാ പറയാം. ഗദ്യാംശം നോക്കാം. गंगा तो विशेषकर भारत की नदी है, जनता की प्रिय है, उससे भारत की जातियाँ स्मृतियाँ, उसके आशाएं और उसके भय विजयगण उसकी विजय और पराजय लिपटी हुई है. गंगा तो भारत की सभ्यता का प्रतीक रही है, निशान रही है, सदा बदलती सदा बहती फिर बहती गंगा ही गंगा. ഞാൻ ഈ വായിക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാണ്, അക്ഷര കൈരളിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാണ്. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മലയാളവും പറഞ്ഞ് ഉത്തരവും പറഞ്ഞു പോവുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. എന്താണ് ഗംഗ? പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ നദിയാണ്, ജനതയുടെ പ്രിയങ്കരിയാണ്. അതിൽ നിന്നാണ് ഭാരതത്തിലെ എല്ലാ ജാതികളും ഓർമ്മകളും ആശകളും ഭയവും വിജയങ്ങളും അതിൻ്റെ പരാജയങ്ങളും എല്ലാം അതിൽ അടങ്ങിയിരിക്കുകയാണ്. ഗംഗ ഭാരത് കി സഭ്യത കാ പ്രതീകം എന്ന് പറഞ്ഞാൽ ഗംഗ ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ പ്രതീകമാണ്, നിശാൻ അടയാളമാണ്. എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന, എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്ന, പിന്നെയും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഗംഗ തന്നെ ഗംഗ. അപ്പോൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻ എന്താണ്? ഗംഗ കിസ്കാ പ്രതീക്. അതിൽ തന്നെ ഉത്തരമുണ്ട്, ഗംഗ ഭാരത് കി സഭ്യത കാ പ്രതീക്. 2 മാർക്കാണ്. അടുത്തത് എന്താണ് എന്ന് വെച്ചാൽ ഗംഗ എന്തിൻ്റെ പ്രതീകമാണ്? അപ്പോൾ ഗംഗ ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ പ്രതീകമാണെന്നാണ് ഉത്തരം. അടുത്തതെന്തോ ഇസ് ഗദ്യാംശ് കാ സംക്ഷേപൺ കരീം. ഇതിനെ ചുരുക്കി എഴുതുക. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ചുരുക്കി എഴുതുക. 4 സെൻറ്റൻസ് ഉണ്ടെങ്കിൽ 2 സെൻറ്റൻസ് ആക്കി എഴുതുക. അതിനൊരു ഹെഡിങ്ങും കൊടുക്കുക. ഗംഗാ നദി, ഞാൻ കൊടുത്തിരിക്കുന്നത് ഗംഗാ നദി, പവിത്ര നദി. ഗംഗ, അതിൻ്റെ ഉത്തരം എങ്ങനെയാണ്? ഗംഗ ഭാരത് കി പ്രിയ और जनता के प्रिय नदी है और उसमें भारत की जातियाँ स्मृतियाँ आशय और विजयगण हैं और भारत की सभ्यता का प्रतीक है गंगा नदी. आशाएं आने അപ്പോൾ ഭാരത് की സഭ്യത കാ പ്രതീക ഗംഗാ നദി. 6 മാർക്ക് കിട്ടും. വെറുതെ കളയരുത്. സംക്ഷേപം വളരെ എളുപ്പമാണ്. അറിയരുത്. സംക്ഷേപത്തെ ചുരുക്കി എഴുതുക, 1/3 സംഗ്രഹിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്ത നോക്കാം. ഒരു 16 കഴിഞ്ഞു. 17 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 ചോദ്യങ്ങൾ എഴുതിയാൽ മതി. അപ്പോൾ 6 മാർക്കിൻ്റെ ചോദ്യമാണ്. നോക്കാം. 17 ചോദ്യം ഇതാണ്. 26 को जनवरी गणतंत्र दिवस के अवसर पर आपके पुस्तकालय में किताबों की एक प्रदर्शनी होने वाली है, उसके लिए एक പോസ്റ്റർ തയ്യാറാക്കുക. മാർക്ക് കളയരുത്. പോസ്റ്റർ തയ്യാറാക്കാനാണ് 6 മാർക്കിൻ്റെ ഒരു മോഡലാണ് ഞാൻ സ്ക്രീനിൽ കാണുന്നത്. അതിൻ്റെ എന്താണ്? 26 जनवरी 2024 ഗണതന്ത്ര ദിവസ് പുസ്തകോം കി പ്രദർശനി എന്നുവെച്ചാൽ പുസ്തകത്തിൻ്റെ പ്രദർശനം, പുസ്തക പ്രദർശനം. എവിടെയാണ്? ഞാൻ GHSS ആലപ്പുഴ എന്ന് കൊടുത്തു. GHSS ആലപ്പുഴ കെ പുസ്തകാലയമേ സമയം സായങ്കാൽ 4 ബജെ. എന്നുവെച്ചാൽ ഡേറ്റ് വേണം, അതിനകത്ത് സമയം വേണം, എവിടെയാണെന്ന് കൊടുക്കണം, താരീഖ് ഡേറ്റ് കൊടുക്കണം. സബ്കാ സ്വാഗത് പുസ്തകാലയ ക്ലബ്ബ് GHS ആലപ്പുഴ. താഴെ ആര് കാണിക്കുന്നു എന്നുള്ളത് കൊടുക്കുന്നു നമ്മൾ. അപ്പോൾ ഇതാണ് 17 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ട ഉത്തരം. അടുത്തത് ട്രാൻസ്ലേഷനാണ്. 18ാമത്തെ ചോദ്യം നിങ്ങൾ സ്ക്രീനിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കണം. 18ാമത്തെ ചോദ്യം ഞാൻ നിങ്ങൾ അക്ഷര കൈരളിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിൽ വെച്ചിട്ട് വേണം നോക്കാൻ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അംഗ്രേസി ഖണ്ഡ് പടയും അവർ ഹിന്ദി മേനും ഇതേ ചോദ്യം തന്നെയായിരിക്കും. ഇതേ ചോദ്യം എന്നല്ല, ചോദ്യം നമ്പർ 18ാമത്തെ ചോദ്യം നമ്പർ തന്നെയായിരിക്കും അതിനകത്ത് ട്രാൻസ്ലേഷൻ. ഈ ചോദ്യം വരത്തില്ല, വേറെ ഏതെങ്കിലും പാസേജ് ആയിരിക്കും. അതാണ് ബ്ലൂ പ്രിൻ്റ് അനുസരിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നതിൻ്റെ പ്രത്യേകത.
We all need food to live and grow. It gives us energy to move and work. We get most of our food from animals and plants. ഇതിൻ്റെ ഹിന്ദിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹമേം ബഡേ ബന്നെ കെ ലിയെ ഔർ ജീനെ കെ ലിയെ ഭോജൻ की आवश्यकता है. നമുക്ക് വലുതാകാൻ വേണ്ടിയും ജീവിക്കുവാൻ വേണ്ടിയും ആഹാരത്തിൻ്റെ ആവശ്യകതയുണ്ട്. ഇത് ഹമേം ചലനെ കെ ലിയെ നമുക്ക് നടക്കുവാൻ വേണ്ടിയും കാം കർനെ കെ ലിയെ ജോലി ചെയ്യുവാൻ വേണ്ടി ഊർജ ദേത്തി ഒരു ഊർജ്ജമാണ്. ഹമേം ജ്യാദാത്തർ ഭോജൻ പേട് പൗധവും എവം ജാൻവരവും സേ ഹി മിൽത്തെ. നമുക്ക് കൂടുതൽ ഭക്ഷണവും ചെടികളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നുമാണ് ലഭിക്കുന്നത്. അതാണ് ട്രാൻസ്ലേഷൻ. അത് കുറേയൊക്കെ എഴുതി പ്രാക്ടീസ് വന്നെങ്കിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ. നമുക്കിത് ലാസ്റ്റ് മിനിറ്റിൽ ഇത്രയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. 19 शेर कहानी के आधार पर शेर और मेम कഥാപാത്ര के बीच का वार्तालाप करें. ഈ പാഠഭാഗമായിട്ട് ബന്ധമില്ലാതെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബന്ധവും കിട്ടത്തില്ല കേട്ടോ. പാഠഭാഗം നിങ്ങൾ വായിച്ച് മനസ്സിലാക്കും, ക്ലാസ് എടുത്തിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ സെൻറ്ററിൽ പാഠഭാഗങ്ങളൊക്കെ തീർത്ത് കൊടുത്തിരുന്നു, യൂട്യൂബിൽ ക്ലാസ് ഇട്ടിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ടാണ് ഈ അക്ഷര കൈരളിയുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഷേറും മേമും എന്നുള്ള കഥാപാത്രം തമ്മിലുള്ള സംഭാഷണം. ഷേർ പറയുകയാണ്, അരേ ആവോ ആവോ, വരൂ വരൂ. മേം ക്യോ ആണ്, ഞാൻ എന്തിനു വരണം? അപ്പോൾ ഷേർ, മേരെ അന്തർ ആപ്കെ മൻ ചാഹേ ചീസ് സബീ ചീസേ എൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളുമാണ്. ആവോ ആവോ മേം. അപ്പം ഞാൻ എന്ത് പറയുന്നു? മേനഹി ആവുങ്ക, ഞാൻ വരത്തില്ല. ഗദ ഹരി ഘാസ് ലോമടി നൗക്കരി और ഉല്ലു निर्वाण का रास्ता लेकर आया था लेकिन कुछ नहीं मिला. तू सुना है, तू छूटा है. तू सुना है അല്ല, तू छूटा है, നീ കള്ളനാണ്. ഇതൊക്കെ ഇവിടെ കിട്ടുമെന്ന് പറഞ്ഞ് ഇവരെല്ലാം വന്ന് നിൻ്റെ പുറത്ത് വന്ന് അവരവിടെ അടി വേണം. അപ്പോൾ ഷേർ നൈ ഏസ ഉൻകെ ഭ്രം കാ കാരണം, ഇതെല്ലാം അവയുടെ ഭ്രമം കാരണമാണ്. അപ്പോൾ മേനയുമാനത്താവും തൂ ഭ്രഷ്ടാചാർ കാ പ്രതീകം, നീ അഴിമതിയുടെ പ്രതീകമാണ്. അപ്പോഴോ ഷേർ പറയാണ്, അരേ യാർ ഐസാ നൈ മാനവ ഹി ഭ്രഷ്ട, അങ്ങനെയൊന്നുമല്ല, മനുഷ്യനാണ് അഴിമതിക്കാരൻ. അപ്പം തും സമാജ് പർ ദോഷ് നൈ ഉണ്ടാലോ, നീ സമൂഹത്തെ കുറ്റപ്പെടുത്താതെ. അപ്പം ഷേർ തുമാര സമാജ് ഈ പൂർണ്ണ രൂപസെ ദൂഷിത്, നിൻ്റെ സമൂഹമാണ് ഏറ്റവും കൂടുതൽ അഴിമതിക്കാരൻ. നൈ നൈ ലോക് ധോക്കേപ്പന്മേ പടായ ആൾക്കാർ ചതിയിൽപ്പെട്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് നമ്മൾ നിർത്താം. ഇങ്ങനെ തന്നെ എഴുതണമെന്നില്ല, നിങ്ങളുടെ ഭാഷ ഒരു മോഡൽ തന്നിരിക്കുന്നു എന്നേ ഉള്ളൂ. അടുത്ത 20ാമത്തെ ചോദ്യം, സ്ത്രീ കാ സോച്ചന ഏകാന്ത ഹേ പാടുക. സ്ത്രീ अपने मन की व्यथा डायरी में लिखती है, वह डायरी लिखी. സ്ത്രീ കാ സോച്ചന ഏകാന്തി എന്നുള്ള പാഠത്തിനെ ആസ്പദമാക്കിക്കൊണ്ട് ആ സ്ത്രീയുടെ മനസ്സിലുള്ള ദുഃഖങ്ങൾ ഡയറി ആയിട്ട് എഴുതുന്നു. അതെങ്ങനെ? ഡയറി എഴുതുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വേണം, ഡേറ്റാണ് മസ്റ്റ്, അതിന് 1 മാർക്കാണ്. അപ്പോൾ ഞാൻ ചുമ്മാ ഡേറ്റ് കൊടുത്തു, 1 ജൂലൈ 2024, 1 ജൂലൈ 2024 സോമവാർ. ഇന്നത്തെ ഡേറ്റാണ് അത് കൊടുത്തിരിക്കുന്നത്, ചുമ്മാ കൊടുത്തിരിക്കുന്നു. എന്നിട്ട് എന്താണ് ഓരോ പോയിന്റ് ബുള്ളറ്റായിട്ട് ഇട്ടിരിക്കുകയാണ്. കൈസ ജീവൻ ഹേ മേര, എക് സ്ത്രീ കാ ഡയറി ഹേ, എങ്ങനത്തെ ജീവിതമാണ് എൻ്റെ. കോയി ബി സഹാറാനയും ഹമേശ ഇസി പ്രകാരം ഏകാന്തമേ, ആരും എന്നെ സഹായിക്കാനില്ല, എപ്പോഴും ഇതുപോലെ ഏകാന്തതയിൽ. ഈ ഏകാന്തതാമേഹി കുച്ച് ചൈൻ മിൽത്താൻ, ഈ ഏകാന്തതയിൽ മാത്രമാണ് എനിക്ക് അല്പമെങ്കിലും സ്വസ്ഥത ലഭിക്കുന്നത്. മേരെ മൻ കി വിവശത ഏക്താമേഹി ഹേ, ഏകാന്തമേഹി ഹേ, എൻ്റെ മനസ്സിൻ്റെ ദുഃഖം മുഴുവൻ ഏകാന്തത്തിലാണ്. മേരാ ദുഃഖ് ഇസ്സേ ബാണ്ണ, ഞാൻ എൻ്റെ ദുഃഖം ആരോട് പറയും? കോയി ബി നഹിം സുന്ദ, ആര് കേൾക്കാൻ? കഷ്ടതാവും സെ ഭരാ ഹേ മേരാ ജീവൻ, ദുഃഖം കൊണ്ട് നിറഞ്ഞതാണ് എൻ്റെ ജീവിതം. കബ് തക് ഐസാ ജീനാ ഹേ ഭഗവാൻ, ഞാൻ എപ്പോൾ വരെ ഇങ്ങനെ ജീവിക്കും എൻ്റെ ഭഗവാനെ? तो मेरे जीवन में कोई सुख नहीं लिखा है क्या, എൻ്റെ ജീവിതത്തിൽ ഒരു സുഖം എഴുതിയിട്ടില്ല എൻ്റെ ഭഗവാനെ. എന്ന് പറഞ്ഞാൽ ഡയറി ആത്മനിഷ്ഠ ശൈലി ഹോനി ചാഹി, സംക്ഷിപ്ത് ഹോനി ചാഹി, ആകർഷക് ഹോനി ചാഹി. ഇതാണ് വാല്യൂ പോയിന്റ്സ്. അപ്പം മേം മേരാ കാ പ്രयोग ഉസ്മേ ഹോനാ ചാഹി. ക്ലിയറായി കാണുമെന്ന് വിശ്വസിക്കുന്നു. 6 മാർക്കാണ്, കളയരുതേ. അടുത്തത് 21 മുതൽ 24 വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും 3 ചോദ്യങ്ങൾ നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി. അത് പാരിഭാഷിക് ശബ്ദാവലിയാണ്. എയും ബിയും സഹി മിലാൻ കരയും എന്നാണ് ചോദിക്കുക. ഞാൻ യഥാർത്ഥത്തിലാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്, നിങ്ങൾ സ്ക്രീൻ കാണുന്നുണ്ടാവും. അക്കൗണ്ടിൻ്റെ കറക്റ്റ് ആൻസർ ഖാത്ത, കോപ്പിയുടെ കറക്റ്റ് ആൻസർ പ്രതിലിപി, ട്രാൻസ്ലേറ്ററുടെ കറക്റ്റ് ഉത്തരം അനുവാദക്, ഇൻട്രസ്റ്റിൻ്റെ ഉത്തരം സൂദ്, ഡെപ്പോസിറ്ററിൻ്റെ ഉത്തരം ജമാകർത്ത, എൻക്വയറിയുടെ ഉത്തരം പൂച്ച്താച്ച്, ചെക്കിൻ്റെ ഉത്തരം ധനാദേശ്, ലോണിൻ്റെ ഉത്തരം ഋൺ. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന എല്ലാ ഇംഗ്ലീഷ് ടു ഹിന്ദി വാക്കുകളും ഇതുപോലെ പഠിച്ചു വെച്ചാൽ മതി. വേറെ പുറത്തുനിന്ന് ഒന്നും ചോദിക്കില്ല. അത് കൃത്യമായി 8 മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമാണ്. ഈ ചോദ്യം വെറുതെ വിടരുത്, കൃത്യമായി പഠിച്ചെഴുതുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത 22ാമത്തെ ചോദ്യം, ഏക്ക് വിജ്ഞാപൻ തയ്യാർ കരെ, പരസ്യം തയ്യാറാക്കാനാണ്. ബാസാർ മേം एक नया मोबाइल फ़ोन आया है,
ചന്തയിൽ മാർക്കറ്റിൽ ഒരു പുതിയ മൊബൈൽ വന്നിരിക്കുകയാണ്. ഓക്കെ, तो उसकी बिक्री बढ़ाने के लिए आकर्षक विज्ञापन तैयार करें. അപ്പോൾ അതിനുവേണ്ടി അതിൻ്റെ വിൽപ്പന വർദ്ധിപ്പിക്കുവാനായി ഒരു പരസ്യം തയ്യാറാക്കുക. 8 മാർക്കാണ്, കളയരുത്. പോയിൻറ്റ്സ് ഉണ്ട്: ആകർഷക്, മെമ്മറി, റാം സ്പീഡ്, റൈം എന്ന് എഴുതിയിരിക്കുന്ന റാം, കം ദാം, കുറഞ്ഞ വില, അതെല്ലാം ചേർത്തുകൊണ്ട് ഞാൻ എഴുതിയിരിക്കുന്നു. നയാ മൊബൈൽ, ഒരു പേര് ഞാൻ ഇട്ട് കൊടുത്തു, ആൾട്ടോ എന്ന് കൊടുത്തു, അതിനെ വിവിധ് മോഡൽ എന്ന് കൊടുത്തു, ആധുനിക് സുവിധായം, പുതിയ ഇന്നത്തെ സൗകര്യങ്ങളുണ്ട്, വിവിധ രംഗെന്ന് കൊടുത്തിട്ടുണ്ട്, എന്നുവെച്ചാൽ വിവിധങ്ങളായ നിറങ്ങൾ, ആകർഷക് ഡിസൈൻ, പുതിയ പുതിയ അട്രാക്റ്റീവ് ഡിസൈൻസ് ഉണ്ട്, മെമ്മറി സ്യാദ, അതിൻ്റെ മെമ്മറി കൂടുതലാണ്, റാം സ്പീഡ് സ്യാദ, റാമിൻ്റെ സ്പീഡ് കൂടുതലാണ്, കം ദാം, കുറച്ച് വിലയേ ഉള്ളൂ, എക്സ്ചേഞ്ച് ഓഫർ, നിങ്ങളുടെ പഴയത് കൊടുത്ത് പുതിയത് മേടിക്കാമെന്ന് കൊടുക്കുന്നു, സ്മാർട്ട് ഫോൺ, സ്മാർട്ടാണ്. നയാ മോഡൽ എന്നുതൊട്ടാണ് വെളിയിൽ മാർക്കറ്റിൽ 2024 ജൂലൈ 5 തൊട്ട് ഹാഫ് കെ ഹാത്തോൺ. ഇതുപോലെയൊക്കെ എഴുതി പഠിക്കണമെങ്കിൽ ഒരു ടീച്ചറിനെ ഇത് പറ്റത്തുള്ളൂ. നിങ്ങൾ എത്രത്തോളം ചെയ്യുമെന്ന് എനിക്കറിയില്ല, പഠിച്ചെഴുതുക. അതിന് 3-4 ദിവസമാണ്. അത് കോപ്പി എടുക്കാം നിങ്ങൾക്കിത്. നയാ മോഡൽ ജൂലൈ 5, 2024 നിങ്ങളുടെ കയ്യിലാണ്. ആകർഷക ഓഫർ, സമ്പർക്ക് കരയും, ഓൾട്ടോ മൊബൈൽ നയി ദില്ലി, റുപ്യ 20,000 സേ ശുരു കരയും, 20,000 സേ ശുരു, 20,000 രൂപ വേണം മിനിമം ഈ മൊബൈൽ. ഇതൊക്കെ നമ്മളൊരു ലോജിക്ക് വെച്ച് എഴുതുന്നതാണ്. എന്നിട്ട് സമ്പർക്ക് കരയും നമ്പർ 9446413526, അതെൻ്റെ നമ്പറാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കാൻ വേണ്ടിയോ മെസ്സേജ് അയക്കാൻ വേണ്ടി ഞാൻ കൊടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. നമ്മളൊരു നമ്പർ കൊടുക്കണം. ഒരു പരസ്യം കൊടുക്കുമ്പോൾ ഒരു കോൺടാക്ട് നമ്പർ കൊടുക്കത്തില്ല. അപ്പോൾ ഞാൻ ഏതെങ്കിലും നമ്പർ കൊടുക്കണ്ട, ഇത് കാണുന്നവർക്ക്, ഞാൻ പഠിപ്പിക്കുന്നവർക്ക് ഇത് അറിയാമെന്നുള്ളത് കൊണ്ട് ഞാൻ ആ നമ്പർ കൊടുത്തു എന്നേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് മേരി വസിയത്ത്, വാർത്താലാപ്, അതാണ് അടുത്തത് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. മേരി വസിയത്ത് എന്നുള്ള പാഠം നിങ്ങൾക്കറിയാം, നെഹ്റുവിൻ്റെ ഒരു പാഠമാണ്. അതിനെക്കുറിച്ച് വാർത്താലാപ് താഴെ കൊടുത്തിരിക്കുന്നു, സ്ക്രീനിലുണ്ട്. മേരി വസിയത്ത് പാടിക്കെ पर 2 मित्रों के बीच का वार्तालाप तैयार, 2 സുഹൃത്തുക്കൾ തമ്മിലുള്ള എന്താണ് വാർത്താലാപ്, കോൺവെർസേഷൻ തയ്യാറാക്കുക, ബാത്ചീത്ത്. ഗോപാലും കേശവ് എന്നൊരു പേര് കൊടുത്തു. ഹായ് കേശവ്, തും കൈസെ, നീ കേശവ് എങ്ങനെയുണ്ട്? കേശവ് പറഞ്ഞു മേ ടീക്കും, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഗോപാൽ, ക്യാ തുമ്നെ നെഹ്റുജി കാ പാഠ് മേരി വസിയത്ത് പഠാ ഹൈ? എന്താ നീ നെഹ്റുജിയുടെ പാഠം മേരി വസിയത്ത് പഠിച്ചിട്ടുണ്ടോ? അപ്പോൾ കേശവ്, ഹാ മേനെ പാടാം, ഞാൻ പഠിച്ചിട്ടുണ്ട്. ബഹുത്ത് അച്ഛാ സാലക, ഞാൻ വളരെ നന്നായിട്ട്, നിങ്ങൾ തമ്മിൽ നിങ്ങളുടെ പഠിതാക്കൾ തമ്മിലുള്ള സംഭാഷണം എന്ന് വെച്ച് എഴുതിയാൽ മതി. അപ്പോൾ ഗോപാൽ, ഉസ്മേൻ നെഹ്റുജിക്ക് ഇച്ഛ മുझसे बता सकते हो, അതിനകത്ത് നെഹ്റുജിയുടെ ആഗ്രഹം എന്താണെന്ന് എന്നോട് പറയാമോ? കേശവ്, ആ ഉസ്മേൻ നെഹ്റുജി ഭാരത് കി ജനതാ കെ പ്രതി പ്രേം ഔർ ലഗാവ് ദിഖായ ഹൈ, അതിനകത്ത് നെഹ്റു ഭാരതത്തിൻ്റെ ആൾക്കാരോട് സ്നേഹവും ഒരു അറ്റാച്ച്മെൻറ്റും ആണ്, അഫെക്ഷനേറ്റാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഗോപാൽ, ഭാരത് കി സംസ്കൃതി ഓർ പരമ്പര കെ ബാരെ മേ കുച്ച് ബതായ ഹൈ നാ, ഭാരതത്തിൻ്റെ സംസ്കാരത്തിനെക്കുറിച്ചും പരമ്പരയെക്കുറിച്ചും അതിനകത്ത് പറഞ്ഞിട്ടില്ലയോ? കേശവ്, ആ भारत की पुरानी परंपरा को तोड़ने की इच्छा प्रकट की है. गंगा नदी को भारत की संस्कृति और सभ्यता का प्रतीक कहा है, इसमें उन्हें गर्व है. അതെ അതെ, ഭാരതത്തിൻ്റെ പഴയ പരമ്പരകളെല്ലാം പൊളിക്കണമെന്നാണ് അതിനകത്ത് ആഗ്രഹം പറഞ്ഞിരിക്കുന്നത്. ഗംഗാ നദിക്കോ ഭാരത് കി സംസ്കൃതി और सभ्यता का प्रतीक है. പണ്ടൊക്കെ നമ്മുടെ ഉണ്ട് ഗംഗാ നദിയിൽ കൊണ്ട് നമ്മുടെ ശവശരീരങ്ങളൊക്കെ ഒഴുക്കിക്കളയാവുന്ന ഒരു പരമ്പര, അത് കളഞ്ഞിട്ട് അതിനകത്ത് നെഹ്റു പറയുന്നത് എന്താ, അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മം നദികളിലൊന്നും ഒഴുക്കാതെ പാടങ്ങളിൽ വിതറാനാണ് പറഞ്ഞിരിക്കുന്നത്. കർഷക, അപ്പോൾ അവിടുത്തെ നെല്ലിൽ വിളയുമ്പോൾ അദ്ദേഹത്തിൻ്റേതായ അത് മണ്ണിൽ അലിയട്ടെ എന്നുള്ള ആഗ്രഹം, അതാണ് മേരി വസിയത്ത് എന്നുള്ള പാഠത്തിൻ്റെ മെയിൻ സന്ദേശം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത്. ആ ഭാരത് की संस्कृति और सभ्यता का प्रतीक है गंगा, तो इसमें उन्हें तो गर्व है, तो इसलिए गंगा नदी में तो उसके चिताभस्म को नहीं बहाना. और गोपाल, उसकी अंतिम इच्छा के बारे में? केशव, हाँ, उनकी मृत्यु के बाद अपनी अस्थियों को गंगा नदी में बहाने और खेतों में चिताभस्म को बिखेरने के लिए बने. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ അസ്ഥികളും എല്ലാം ഗംഗാ നദിയിൽ ഒഴുക്കാനും പാടങ്ങളിൽ ഗംഗാ നദി ഒഴുക്കുന്നതിന് പകരം, അങ്ങനെ മനസ്സിലാക്കണം, ഗംഗാ നദിക്ക് ബഹാനയ്ക്ക് ബദലെ ഖേത്തോമേ ചിതാഭസ്മക്കോ ബിഖേർനെ ലിയേ ബതായ, പാടങ്ങളിൽ വിതറാനാണ് ആഗ്രഹിക്കുന്നത്. ഗോപാൽ, ബോധ് സമച്ചുക്കാവും, ധന്യവാദ് ധന്യവാദ്. അപ്പോൾ ഒരു വാർത്താലാപിൻ്റെ ശൈലി പോലെയാണ്. അടുത്തൊരു ചോദ്യം, അവസാനത്തെ ചോദ്യമാണ് 24. സമാജമേ വ്യാപ്ത അന്ധവിശ്വാസ വിഷയപ്പർ ലേഖൻ, നമ്മുടെ സമൂഹത്തിൽ അടങ്ങിയിരിക്കുന്ന അന്ധവിശ്വാസങ്ങൾ എന്തെല്ലാം, ആ അന്ധവിശ്വാസത്തിനെക്കുറിച്ചൊരു ലേഖനം തയ്യാറാക്കുക. അപ്പോൾ അതിനൊരു ഹെഡിങ് കൊടുത്തു, ബഡുത്ത അന്ധവിശ്വാസ് ഘട്ടത്തി മാനവത, 8 മാർക്കാണ്. വർദ്ധിച്ചു വരുന്ന അന്ധവിശ്വാസവും കുറഞ്ഞു വരുന്ന മനുഷ്യതയും, അതിനെക്കുറിച്ചൊരു ലേഖനം. വർത്തമാൻ സമാജ് മേ അശിക്ഷിത് ലോഗോं के बीच അന്ധവിശ്വാസ് ബഡ്താ ജാ രഹാ, ഇന്ന് വർദ്ധിച്ചു വരുന്നു. ഇന്നത്തെ സമൂഹത്തിൽ വിദ്യാഭ്യാസമില്ലാത്തവരുടെ ഇടയിൽ അന്ധവിശ്വാസം വർദ്ധിക്കുകയാണ്. ആജ് ബി ലോഗ് ഭൂത് പ്രേത് പിശാച് ജൈസെ ശബ്ദോं को विश्वास करके अंधता में जीवन बिता रहे. ഇന്നും
ആൾക്കാർ ഭൂതം, പ്രേതം, പിശാചൻ പിശാച് എന്നുള്ള വാക്കുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അതിൽ വിശ്വസിച്ചുകൊണ്ട് അന്ധകാരത്തിലാണ് ജീവിതം നയിക്കുന്നത്. ജ്യോതിഷി कहकर कुछ लोग संत लोगों जैसे वेश बदल कर लोगों के कुटिल तंत्रों के बीच फंसते हैं. കുറേ പേര് ജ്യോതിഷിയുടെ വേഷം, ജ്യോത്സ്യൻ പറയുന്നതനുസരിച്ച് സന്യാസി വേഷം ധരിച്ച് അല്ലെങ്കിൽ വേഷം മാറി ആൾക്കാരെ വക്രബുദ്ധിയിലൂടെ നയിച്ച് അവരെ അതിനകത്ത് ട്രാപ്പിലിടുന്നു. പ്രഗതിമേ റുക്കാവട്ട് പൈത, അവരുടെ ഉയർച്ചയിൽ എന്ത് ചെയ്യുന്നു? റുക്കാവട്ട് ഡാലത്തെ, തടസ്സം നിൽക്കുന്നു. ശാസ്ത്രീയ വിജ്ഞാൻ കി ദുനിയ ആ പര്യാപ്ത മാത്രമേ പഠിക്കുകയാണ്. ഇന്ന് ശാസ്ത്രവും അല്ലെങ്കിൽ വിജ്ഞാൻ രണ്ടും ഒന്ന് തന്നെയാണ്. ശാസ്ത്രം എന്ന് പറയുന്നത് പഴയ ശാസ്ത്രങ്ങളും ഇന്നത്തെ വിജ്ഞാൻ സയൻസും അതും ശാസ്ത്രം തന്നെയാണ്. അല്ലെങ്കിൽ ശാസ്ത്രം എന്ന് ചോദിച്ചാൽ ശാസ്ത്രവും പുരോഗതിയും ഇന്ന് വളരെയധികം വർദ്ധിച്ചു വരികയാണ്. അല്ലെങ്കിൽ ഇന്ന് നമ്മളൊക്കെ റോക്കറ്റിൽ പോകുന്ന ചന്ദ്രനിൽ പോലും കാലുകുത്തിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? എന്നിട്ടും ആൾക്കാർ ഫിർബി ലോക് മൂഢസ്വർഗമേ ജീവൻ ലേता है, മൂഢന്മാരുടെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത്. रीति रिवाज या आचार विचार का नाम लेकर सभी धर्मों के बीच आज भी अंधविश्वास कई तरीके से प्रचलित है. ആചാരങ്ങൾ എന്ന് പറഞ്ഞിട്ട്, അനുഷ്ഠാനങ്ങൾ എന്ന് പറഞ്ഞിട്ട് എല്ലാ ധർമ്മങ്ങൾ, എല്ലാ ജാതിയിലും ഇന്നത്തെ ഈ അന്ധവിശ്വാസം വിഭിന്നമായ മാർഗ്ഗങ്ങളിൽ പ്രചരിക്കുന്നു. ഇതിലെ ശിക്ഷാക്ക പ്രചാർ പ്രസാർക്കി ആവശ്യം. അതുകൊണ്ട് എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകേണ്ട ആവശ്യമുണ്ട്. സഭി ലോगों को पर्याप्त शिक्षा देकर इस अशिक्षित समाज की उन्नति के लिए अंधविश्वासों को जड़ से उखाड़ लेना चाहिए. അങ്ങനെ എല്ലാ ആൾക്കാരിലും പര്യാപ്തമായ വിദ്യാഭ്യാസം നൽകി ഈ വിദ്യാഭ്യാസം ഇല്ലാത്ത സമൂഹത്തിനെ ഉന്നതി के लिए अंधविश्वास को जड़ से उखाड़ लेना चाहिए. ഉയർച്ചയ്ക്ക് വേണ്ടി അന്ധവിശ്വാസത്തിനെ വേരോടുകൂടി പിഴുതെറിയേണ്ട ആവശ്യം. ഇത് തന്നെയാണ് സാക്ഷരതാ മിഷനും ഉദ്ദേശിക്കുന്നത്. വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് ഒരു കാലഘട്ടത്തിൽ മുടങ്ങിപ്പോയ വിദ്യാഭ്യാസം, +2 വരെയുള്ള വിദ്യാഭ്യാസം എങ്ങനെയും നിങ്ങൾക്ക് നൽകി അതിലൂടെ ഉയർച്ച വിദ്യാഭ്യാസം നൽകുക എന്നുള്ള ലക്ഷ്യത്തിലോട്ടാണ് ഈ അവസാനത്തെ ചോദ്യവും നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഈ നിങ്ങളുടെ സ്ക്രീൻഷോട്ടുകൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്നത് വായിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കുന്നു. ഞാൻ ഇത്തിരി സ്പീഡിൽ പറഞ്ഞതാണെങ്കിൽ പോലും ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ആൻസറും ക്വസ്റ്റ്യൻ പേപ്പറും വെച്ച് തന്നെ നിങ്ങൾ ഇത് ഒന്ന് ഡിസ്ക്രിപ്ഷൻ നോക്കി എഴുതേണ്ടതാണ്. തീർച്ചയായിട്ടും ഇത് എല്ലാവരും ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾ എല്ലാവർക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും എല്ലാം ഷെയർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു പരീക്ഷ ആശംസിക്കുന്നു. പരീക്ഷ കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ അക്ഷര കേരളിയുടെ ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ ഇത്രയും തന്നെ പഠിച്ചാൽ തന്നെ 50%-ലധികം ക്വസ്റ്റ്യൻസ് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 100% ഞാൻ വിശ്വസിക്കുന്നില്ല. 50%-ലധികം ക്വസ്റ്റ്യൻസ് വളരെ വൃത്തിയായി എല്ലാ ക്വസ്റ്റ്യനും ഉത്തരം എഴുതി, ഒരു ക്വസ്റ്റ്യൻ പോലും വിട്ടുകൊടുക്കരുത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾ ഷെയർ ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. PDF അനുപ്പി കൊടുക്കാം.